ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നേരത്തെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പല വീഡിയോകളിലും ചർച്ച ചെയ്തതാണ്. അതായത് ട്രംപും ട്രംപ് നേതൃത്വം കൊടുക്കുന്ന അമേരിക്കൻ ഭരണകൂടം ചൈനയ്ക്കെതിരെ നടത്തുന്ന വ്യാപാര യുദ്ധം അല്ലെങ്കിൽ ചുങ്ക യുദ്ധം എന്നതാണ്, നികുതി യുദ്ധം എന്ന് പറയുന്നത്, ടാരിഫ് വാർ. അപ്പം അതിൻ്റെ ഫലമായിട്ട് പല മൾട്ടിനാഷണൽ കമ്പനീസും ചൈനയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പല ബഹുരാഷ്ട്ര കമ്പനികളും ചൈനയ്ക്ക് പുറത്തേക്ക് നിർമ്മാണം മാറ്റുന്നു, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക്, ഇന്ത്യ ഉൾപ്പെടെ, അല്ലെങ്കിൽ വിയറ്റ്നാമിലേക്കോ, അല്ലെങ്കിൽ ഈവൻ ഏഷ്യയിലെ തന്നെ പല രാജ്യങ്ങളിലേക്ക്, മെക്സിക്കോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കോ അവരുടെ പ്രവർത്തനങ്ങൾ മാറ്റുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ നമ്മൾ കേൾക്കുവാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി. ട്രംപിൻ്റെ വ്യാപാര യുദ്ധം ചൈനയെ സാരമായിട്ട് പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പം അതിനകത്തിൽ ഏറ്റവും എടുത്തു പറയത്തക്ക ഒരു കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഐഫോണിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള ആപ്പിൾ കമ്പനിയെക്കുറിച്ചാണ്. അപ്പം റെസിപ്രോക്കൽ ടാരിഫ് എന്നാണ് നമുക്ക് തത്തുല്യ ഇറക്കുമതി ചുങ്കം എന്നുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ചൈനയ്ക്കാണ്. ചൈനയെ ടാർഗറ്റ് ചെയ്താണ് ട്രംപിൻ്റെ ട്രേഡ് വാർ. പ്രത്യേകിച്ചും മറ്റൊട്ടനവധി രാജ്യങ്ങളുമായിട്ട് ട്രംപ് പ്രശ്നത്തിലാണ്, ഇന്ത്യ ഉൾപ്പെടെ. കാരണം അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് സർപ്ലസ് ഏതെല്ലാം രാജ്യങ്ങൾക്കാണോ ഉള്ളത് ആ രാജ്യങ്ങളെല്ലാം ട്രംപ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം ചൈന തന്നെയാണ്. നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന ചൈന തന്നെയാണ്. തുടക്കത്തിൽ ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് മുകളിൽ ട്രംപ് ഭരണകൂടം അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം 125% വരെ ടാരിഫ് പ്രഖ്യാപിച്ചിരുന്നു. പിന്നീടത് ഇപ്പം ചൈനയും അമേരിക്കയും തമ്മിൽ സംഭാഷണങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അതിനുശേഷം അത് 30%ആയിട്ട് കുറയ്ക്കുകയും ചെയ്തു. അപ്പം ഇതിൻ്റെ വെളിച്ചത്തിൽ ചൈനയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി കൂടുതൽ വില നൽകേണ്ടി വരില്ല. കാരണം ടാരിഫ് കൂടുതലാകുമ്പോൾ, നികുതി കൂടുതൽ ചുമത്തുമ്പോൾ കൂടുതൽ വില നൽകേണ്ടി വരും. ഇപ്പം ഏതൊരു രാജ്യത്തും അങ്ങനെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് ആ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ പല കമ്പനികൾക്കും അമേരിക്കൻ മാർക്കറ്റിൽ, അതായത് ചൈനയിൽ ഉൽപ്പാദിപ്പിച്ച് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ചൈനീസ് കമ്പനികളായാലും ശരി, അമേരിക്കൻ കമ്പനികളായാലും ശരി, ഏത് കമ്പനികൾക്കും അമേരിക്കൻ വിപണി ലക്ഷ്യമാക്കുവാൻ, അല്ലെങ്കിൽ അവർക്ക് അമേരിക്കൻ വിപണിയിൽ വിറ്റഴിക്കാൻ സാധ്യമാകാത്ത സാഹചര്യത്തിൽ ചൈനയ്ക്ക് പുറത്തേക്ക് അവരുടെ നിർമ്മാണം കൊണ്ടുപോകുവാൻ അവർ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പല കമ്പനികളും പോയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ ആപ്പിളിൻ്റെ ന്യൂസ് മാത്രമേ നമ്മൾ ഇപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നുള്ളൂ. പക്ഷേ എന്നാലും വളരെ പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ തന്നെ ഒന്നുകിൽ അവർ അതിനുള്ള പലായനം ചെയ്യുവാൻ വേണ്ടി അവിടുന്ന് ചൈനയിൽ നിന്നും, കാരണം ചൈനയിൽ ബിസിനസ് ചെയ്യുന്നത് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ ടാരിഫ് നിലനിൽക്കുന്നുണ്ട്. ചൈനയിൽ ഉൽപ്പാദിപ്പിച്ച് അമേരിക്കൻ മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റഴിക്കുക എന്നുള്ളത് വലിയ വില നൽകേണ്ടി വരും എന്നുള്ള ഒരു, വിറ്റഴിക്കാൻ പറ്റത്തില്ല. കാരണം ഫൈനൽ പ്രോഡക്റ്റ് പ്രൈസ് വളരെ അധികം കൂടുതലായിരിക്കും വിപണിയിലെത്തുമ്പോൾ. അപ്പോൾ അത് കസ്റ്റമർക്ക് തീർച്ചയായിട്ടും അഫോർഡ് ചെയ്യാൻ സാധിക്കത്തില്ല. കസ്റ്റമേഴ്സ് മേടിക്കത്തില്ല. കസ്റ്റമേഴ്സ് മേടിക്കാത്തതുകൊണ്ട് തീർച്ചയായിട്ടും, അല്ല കൺസ്യൂമേഴ്സ് മേടിക്കാത്തതുകൊണ്ട് തീർച്ചയായിട്ടും ബിസിനസ് അത് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇത്തരത്തിൽ ചൈനയ്ക്ക് പുറത്തേക്ക് ഉൽപ്പാദനം വ്യാപിപ്പിക്കാൻ തീരുമാനിച്ച ആദ്യത്തെ കമ്പനികളിൽ ഒന്നാണ് ആപ്പിൾ. ഐഫോണുകളുടെ ഉൽപ്പാദനം ഇന്ത്യയിൽ വർദ്ധിപ്പിച്ച് US ഇറക്കുമതി ചെയ്യാനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഏപ്രിലിൽ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് വൻതോതിലുള്ള കയറ്റുമതി, അല്ലെങ്കിൽ കയറ്റുമതിയിൽ വൻ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്ന് പൊതുവെയുള്ള വിശകലനങ്ങളിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 76% ആണ് വാർഷിക വളർച്ച ഏപ്രിലിൽ, അതായത് ഇന്ത്യയിൽ നിന്ന് US വളർച്ചാ നിരക്കാണ്. 30 ലക്ഷം ഐഫോണുകൾ US കയറ്റുമതി ചെയ്തു ഏപ്രിലിൽ തന്നെ. ഏപ്രിൽ എന്നല്ല, കഴിഞ്ഞ മാസം. ചൈനയുടെ കയറ്റുമതി 76% കുറയുകയും ചെയ്തു. 9 ലക്ഷം യൂണിറ്റായിട്ടാണ്, 9 ലക്ഷം യൂണിറ്റ് ആവുകയും ചെയ്തത്. അപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്. ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി വളരെ കൂടുകയും
ചൈനയിൽ നിന്ന് കയറ്റുമതി വളരെ കുറയുകയും ചെയ്തു. അപ്പോൾ ഇതാദ്യമായിട്ടാണ് ഇന്ത്യ ചൈനയെ മറികടക്കുന്നത് ഐഫോൺ വിതരണം ചെയ്യുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ ഐഫോണുകളുടെ മാർക്കറ്റിങ്ങിൽ അല്ലെങ്കിൽ എക്സ്പോർട്ടിൽ ചൈനയെ മറികടക്കുന്നത് ആദ്യമായിട്ടാണ് ഇന്ത്യ. അപ്പോൾ അതിന് കാരണം ട്രംപാണ്. ട്രംപിനോട് നന്ദി പറയുക. ട്രംപിൻ്റെ ഈ ടാരിഫാണ് അതിന് കാരണം. അത് ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്, പ്രത്യേകിച്ച് ഈ ഐഫോണിൻ്റെ കാര്യത്തിൽ. അതുപോലെ മറ്റു പല ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന ബഹിരാഷ്ട്ര കമ്പനികൾ തീർച്ചയായിട്ടും വൺ ബൈ വൺ ആയിട്ട് ചൈനയെ ഉപേക്ഷിക്കുകയും ഇന്ത്യ പോലുള്ള രാജ്യത്ത് അവരുടെ ഉൽപാദന മേഖലകൾ, സപ്ലൈ ചെയിൻസ് അവർ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ആപ്പിളിൻ്റെ ഉൽപാദന മാനുഫാക്ചറിങ് ബേസിനെ ഡൈവേഴ്സിഫൈ ചെയ്യാനുള്ള അല്ലെങ്കിൽ വൈവിധ്യവൽക്കരിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇതുണ്ട്. ചൈനയെ പൂർണ്ണമായിട്ടും കൈവെടിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ജൂൺ പാദത്തിൽ US വിൽക്കുന്ന ഭൂരിഭാഗം ഐഫോണുകളും ഇന്ത്യയിൽ നിർമ്മിക്കുന്നതായിരിക്കുമെന്ന് മെയ് മാസത്തിൽ ആപ്പിളിൻ്റെ CEO ടിം കുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ ജൂൺ പാദത്തിൽ എന്ന് പറഞ്ഞാൽ ജൂണിൽ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്ന അല്ലെങ്കിൽ അമേരിക്ക ഇറക്കുമതി ചെയ്യുന്ന ഐഫോണുകളുടെ മേജർ പോർഷന് ഇന്ത്യയിൽ നിർമ്മിക്കുന്നതായിരിക്കും. ഇന്ത്യയിൽ അവരുടെ നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്സ്കോണും ടാറ്റ ഇലക്ട്രോണിക്സുമാണ്. ആപ്പിളിന് വേണ്ടി. ആപ്പിളിന് സ്വന്തമായിട്ടുള്ള മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് ഇല്ല. ആപ്പിളിന് വേണ്ടി ഇന്ത്യയിൽ ഐഫോൺ നിർമ്മിച്ചു കൊടുക്കുന്നത് ഫോക്സ്കോണും ടാറ്റയാണ്. അവരുടെ മാനുഫാക്ചറിങ് ബേസും എസ്റ്റാബ്ലിഷ്മെൻറ്റും എല്ലാം അവർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ കൂടുതൽ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ സാധിക്കും എന്നുള്ളതുകൊണ്ട് ആ പ്രതീക്ഷയിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രണ്ട് കമ്പനികളും പുറത്തായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ നടത്തിക്കഴിഞ്ഞു. ഏകദേശം 2 കോടി ഐഫോണുകളാണ് ഒരു പാദത്തിൽ പറഞ്ഞാൽ ഒരു ക്വാർട്ടർ എന്ന് നമുക്ക് പറയല്ലേ. 2 കോടി ഐഫോണുകൾ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്. അമേരിക്കൻ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ത്യയുടെ ഉൽപ്പാദന ശേഷി മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും നിലവിൽ പരിമിതികൾ ഒത്തിരിയുണ്ട്. ചൈനയെപ്പോലെ നമുക്ക് അത്രയ്ക്ക് വ്യാപകമായിട്ട് അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഐഫോണുകളുടെ ബഹുഭൂരിപക്ഷവും നിർമ്മിക്കുവാൻ തക്ക മാനുഫാക്ചറിങ് ഫെസിലിറ്റിയും സപ്ലൈ ചെയിനൊന്നും ഇന്ത്യയിൽ ഇതുവരെ ആയിട്ടില്ല. പക്ഷേ ഇന്ത്യയിലെ ഉൽപ്പാദനം വർദ്ധിച്ചിട്ടുണ്ട്. പരിമിതികൾ നമുക്കിപ്പോഴും ഉണ്ട് ഒത്തിരി. ചൈനയെ ഒഴിവാക്കിയിട്ട് താരിഫിൻ്റെ ഇളവുകൾ നേടാനുള്ള ആപ്പിളിൻ്റെ തന്ത്രം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കോർപ്പറേഷൻസ് എന്താണ് നോക്കുന്നത്? കോർപ്പറേഷൻസ് നോക്കുന്ന അവരുടെ ബോട്ടം ലൈനായിട്ടുള്ള പ്രോഫിറ്റ്, ലാഭം എത്രയും കൂട്ടാൻ പറ്റുമോ അത്രയും മാക്സിമൈസ് ചെയ്യാനാണ് കോർപ്പറേഷൻസിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ലോകത്തുള്ള എല്ലാ കോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ബിസിനസ് എന്ന് പറയുന്ന അതിൽ കോർപ്പറേഷൻ വലിയ കമ്പനികൾ അല്ലേ, മൾട്ടിനാഷണൽ കമ്പനീസാണ് കോർപ്പറേഷൻസ് പറയുന്നത്. അപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ലാഭം. ആ ലാഭം അവർക്ക് എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത്? ആ ലാഭം അവർക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഉൽപ്പാദനം നടത്താൻ എവിടെ കഴിയുമോ അവിടെ നിന്നാണ് അവർക്ക് ലാഭം കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. എന്നുവെച്ചാൽ ലേബർ ചാർജ് എവിടെയാണ് ഏറ്റവും കുറവ് അല്ല ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ളത് ആ പ്രദേശത്തായിരിക്കും അവർ കോർപ്പറേഷൻസ് എല്ലാം തന്നെ അവരുടെ ബിസിനസ്സുകൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നതും. അപ്പോൾ ചൈനയിൽ ചീപ്പ് ലേബർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലോകത്തുള്ള കോർപ്പറേഷൻസ് എല്ലാം അങ്ങോട്ട് പോയി അവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെയാണ് ചൈനയുടെ എക്കോണമി പ്രോഗ്രസ് ആയത്. അപ്പോൾ ഇപ്പോൾ ട്രംപിൻ്റെ ടാരിഫ് വന്നതോടുകൂടി ചൈന നിലനിൽക്കുന്ന അവസ്ഥകൾക്കൊന്നും മാറ്റമില്ല. അവിടെ ഇപ്പോഴും ചീപ്പ് ലേബർ തന്നെയാണുള്ളത്. പക്ഷേ ഈ ഉയർന്ന ടാരിഫ് വന്നതോടുകൂടി അമേരിക്കൻ വിപണിയിലേക്ക് ഉൽപ്പന്നങ്ങൾ ചെല്ലുമ്പം ആ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിലയായിരിക്കും ഈടാക്കേണ്ടി വരുന്നത്. അത് കൺസ്യൂമേഴ്സിന് ഒരിക്കലും അഫോർഡ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് അവർ വാങ്ങിക്കത്തില്ല. അതുകൊണ്ട് മാനുഫാക്ചറേഴ്സ് ഓട്ടോമാറ്റിക്കലി ചൈന എന്ന് പറയുന്ന മാനുഫാക്ചറിങ് ഹബ്ബ് വിട്ടിട്ട് വേറെ ടാരിഫിൻ്റെ ഇളവുകൾ കിട്ടുന്ന രാജ്യങ്ങളിൽ അന്വേഷിച്ച് പോകുമ്പോൾ അതിലൊരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിൽ ചൈനയെപ്പോലെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള അത്യാധുനികമായിട്ടുള്ള സപ്ലൈ ചെയിനോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഇക്കണോമിക് ഫെസിലിറ്റീസ് ഒന്നും ഇല്ലെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഒത്തിരി ഇളവുകൾ അവർക്ക് അല്ലെങ്കിൽ ഒത്തിരി
അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇന്ത്യ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് ആപ്പിൾ ഈ തന്ത്രം ഉപയോഗിച്ച് ഇളവുകൾ ലഭിക്കുന്ന ഇടം തേടി വന്നപ്പോൾ അവർക്ക് ഇന്ത്യ നല്ലൊരു എന്താണ് പറയുന്നത് എക്കണോമിക് അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഫെസിലിറ്റി അവർക്ക്, അല്ലെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ കൂടുതൽ കുറഞ്ഞ ചിലവിൽ ഉൽപ്പാദിപ്പിച്ച് അമേരിക്കൻ മാർക്കറ്റിൽ വൻതോതിൽ വിറ്റഴിക്കാൻ സാധിക്കുന്ന അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ ഇന്ത്യയിൽ ഇപ്പോൾ അവരുടെ ഓപ്പറേഷൻസ് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഏപ്രിൽ മാസത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച ആ ഒരു സംഭവം ഏകദേശം 30 ലക്ഷം ഐഫോണുകളാണെന്ന് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് സൂചിപ്പിക്കുന്നത് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ സ്ട്രാറ്റജി വിജയിച്ചു എന്നുവെച്ചാൽ ചൈനയിൽ ബിസിനസ് ചെയ്യാൻ സാധിക്കത്തില്ലെങ്കിൽ തന്നെയും തീർച്ചയായിട്ടും ഇന്ത്യ പോലുള്ള രാജ്യത്ത് അവർക്ക് ബിസിനസ് ചെയ്തിട്ട് കൂടുതൽ ലാഭകരമായ രീതിയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിലേക്ക് പ്രത്യേകിച്ച് അവർക്ക് വിറ്റഴിക്കാൻ കൊണ്ടെത്തിക്കാൻ സാധിക്കുമെന്നുള്ളത് തെളിയിക്കുന്നതാണ് ഏപ്രിൽ മാസത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു പ്രധാനപ്പെട്ടൊരു ഇക്കണോമിക് ന്യൂസാണ്. ഇവിടുത്തെ ടൈറ്റിലുണ്ട്, വീണിതല്ലോ കിടക്കുന്നു ചൈന, അമേരിക്കൻ വിപണിയാകെ ഇന്ത്യൻ ഐഫോണുകൾ, ഏപ്രിലിൽ വൻ വർധന. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇന്ത്യയുടെ ടൈമായിരിക്കും. ചൈനയ്ക്ക് അത് തിരിച്ചു പിടിക്കാൻ എത്രത്തോളം സാധിക്കുമെന്ന് നമുക്കറിയില്ല. കാരണം ഇതൊക്കെ ലോക സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ എപ്പോഴും കാണാൻ പറ്റുന്ന മാറ്റങ്ങളാണ് ഇതൊക്കെ. കാരണം സ്ഥിരമായിട്ട് വെൽത്ത് ഒരിടത്ത് സ്റ്റേ ചെയ്യത്തില്ല, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഒരു രാജ്യത്ത് തന്നെ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കത്തില്ല. ഒരു 30, 35, 40 വർഷം മാക്സിമം, 25, 30 വർഷം. അതിനുശേഷം അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്ത് ആ പ്രദേശവുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ പരമാവധി ചൂഷണം ചെയ്ത് കോർപ്പറേഷൻസ്, കമ്പനികൾ, ബിസിനസ്സുകൾ ലാഭകരമാക്കുന്ന ഒരു പ്രക്രിയ പ്രവണതയാണ് നമ്മൾ പണ്ട് മുതലേ സമ്പദ് വ്യവസ്ഥയിൽ, ലോകമാകെയുള്ള സമ്പദ് വ്യവസ്ഥയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ല ആപ്പിളിന് ഇന്ത്യയോട് സ്നേഹം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ആ ചൈനയോട് ദേഷ്യം ഉണ്ടായിട്ടോ ഒന്നുമല്ല. ഒരു ബിസിനസ് എന്ന രീതിയിൽ കോർപ്പറേഷൻസ്, ബിഗ് കോർപ്പറേഷൻസ് നോക്കുന്ന അവർക്ക്, കാരണം അവരെ സംബന്ധിച്ച് അവർക്ക് പറ്റും. ഒരു സ്മോൾ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച്, സ്മോൾ ബിസിനസ് യൂണിറ്റിനെ സംബന്ധിച്ച്, അത് ഏത് രാജ്യത്തുള്ളതായാലും ശരി, അവർക്ക് ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ, മറ്റൊരു രാജ്യത്ത് നിലനിൽക്കുന്ന ആനുകൂല്യം ഉപയോഗിക്കാൻ വേണ്ടി അവർക്ക് ആ രാജ്യത്തേക്ക് അവർക്ക് പോകാൻ സാധിക്കത്തില്ല. പക്ഷേ ബിഗ് കോർപ്പറേഷൻസ് എന്ന് പറയുന്ന വൻകിട ബഹുരാഷ്ട്ര കമ്പനികൾക്ക് തീർച്ചയായിട്ടും ചൈന അനുകൂലമല്ലെങ്കിൽ ഇന്ത്യയിലേക്കോ, ഇന്ത്യ അനുകൂലമെങ്കിൽ വിയറ്റ്നാമിലേക്കോ, വിയറ്റ്നാം അനുകൂലമല്ലെങ്കിൽ മെക്സിക്കോയിലേക്കോ, ഫിലിപ്പീൻസിലേക്കോ, പാകിസ്ഥാനിലേക്കൊക്കെ അവർക്ക് തീർച്ചയായിട്ടും അവരുടെ ബിസിനസ് ഓപ്പറേഷൻസിനെ മാറ്റി സ്ഥാപിക്കാൻ കഴിയും. പക്ഷേ സ്മോൾ മീഡിയം എൻ്റർപ്രൈസിനൊന്നും, അല്ലെങ്കിൽ ചെറുകിട സ്ഥാപനങ്ങൾക്കും വ്യവസായങ്ങൾക്കും ഒന്നും ഇത് സാധ്യമാകത്തില്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ആപ്പിളിനെ പോലുള്ളൊരു വലിയ കമ്പനിക്ക്, അല്ലെങ്കിൽ അതുപോലുള്ള വലിയ കമ്പനികൾക്ക് പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് അവർക്ക് മറ്റൊരു രാജ്യത്തേക്ക് തീർച്ചയായിട്ടും അവരുടെ മാനുഫാക്ചറിങ്, ഉൽപ്പാദന മേഖല വ്യാപിപ്പിക്കുവാനും അല്ലെങ്കിൽ അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാനും സാധിക്കുന്നത് അവർ വലിയ കമ്പനി ആയതുകൊണ്ടാണ്, വലിയ കോർപ്പറേഷൻസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇനിയും ചൈനയിൽ നിന്ന് ഒട്ടനവധി, നമ്മൾ ആപ്പിളിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നുള്ളൂ. തീർച്ചയായിട്ടും ആപ്പിൾ മാത്രമല്ല, കാരണം ആപ്പിളിനെ ചുവട് പിടിച്ചുകൊണ്ട് മറ്റ് പല കമ്പനികളും തീർച്ചയായിട്ടും ചൈനീസ് സമ്പദ് വ്യവസ്ഥയിൽ നിന്നും അല്ലെങ്കിൽ ചൈനയുടെ വിപണിയിൽ നിന്നും അവരുടെ ഈ പറഞ്ഞ ഉൽപ്പാദന എന്താണ് പറയുന്നത് മാനുഫാക്ചറിങ് ഫെസിലിറ്റീസിനെ ഇന്ത്യ പോലുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് അവർ വ്യാപിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. അപ്പോൾ ചൈനയ്ക്ക് എന്തായാലും തീർച്ചയായിട്ടും കുറേ ബിസിനസ് നഷ്ടപ്പെടും. ഇന്ത്യയെ പോലുള്ള രാജ്യത്തിന് പൂർണ്ണമായിട്ടും എല്ലാം കിട്ടിയില്ലെങ്കിൽ തന്നെ കുറേ ബിസിനസ്സുകളൊക്കെ കിട്ടും എന്നുള്ള കാര്യം. കാരണം ഇന്ത്യയുടെ മറ്റൊരു കോമ്പറ്റേറ്ററാണ്, ഇന്ത്യയെക്കാളിലും മറ്റൊരു കോമ്പറ്റേറ്ററാണ് വിയറ്റ്നാം എന്ന് പറയുന്നത്, മനസ്സിലല്ലോ. അപ്പോൾ വിയറ്റ്നാമിലേക്കും മെക്സിക്കോയിലും ഒക്കെ തന്നെ കമ്പനികൾ അവരുടെ മാനുഫാക്ചറിങ്, ഈ പറഞ്ഞ ചീപ്പ് ലേബർ സൗകര്യങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താൻ വേണ്ടി ചൈനയിൽ നിന്നും പുറത്തേക്ക് അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഇക്കണോമിക് ന്യൂസ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്കോട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. ഹാവ് എ വണ്ടർഫുൾ ഡേ.